ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ചരിത്ര വിജയം നേടിയതിന്റെ ആഘോഷത്തിലാണ് ബി. ഒരിക്കൽ പോലും നേടാൻ കഴിയില്ലെന്നു കരുതിയ തൃശൂർ ബി മരുഭൂമിയിൽ പെയ്ത ഒരു മഴയായിരുന്നു. അപ്പോൾ ആഘോഷം ബി ഒട്ടും കുറയ്ക്കുകയില്ല എന്നതും സത്യമാണ്. ഏതായാലും ആഘോഷം തീരും മുൻപേ ബി അടിയും തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ ചരിത്ര വിജയം നേടിയതിന്റെ ആഘോഷം തീരും മുൻപേ ബി പോര് രൂക്ഷമാവുകയാണ്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളാണ് പരാതിയുമായി രംഗത്തുള്ളത്. മികച്ച മുന്നേറ്റം നേടാൻ കഴിയുന്ന മണ്ഡലങ്ങളിൽ പോലും വോട്ടുയർത്താൻ സാധിക്കാത്തതിൽ പല ജില്ലാ നേതൃത്വങ്ങൾക്കെതിരെയും പരാതി ഉയർന്നിട്ടുണ്ട്. BDJSന്റെ പ്രകടനം മങ്ങിയതിലും നേതാക്കൾക്കിടയിൽ മുറുമുറുപ്പുണ്ട്. തനിക്കെതിരെ ഒരു മുതിർന്ന നേതാവും സംസ്ഥാന ഭാരവാഹിയും ശ്രമിച്ചെന്നാണ് ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 തവണ കേരളത്തിൽ വന്നപ്പോഴും തന്റെ പ്രചരണത്തിന് വരാതിരുന്നത് ചില നേതാക്കൾ ഇടപെട്ടിട്ടാണെന്നാണ് ശോഭയുടെ ആരോപണം. പ്രചരണ രംഗത്ത് വലിയ തിരിച്ചടിയാണ് താൻ നേരിടേണ്ടി വന്നതെന്ന് ചൂണ്ടിക്കാട്ടി അവർ ദേശീയ നേതൃത്വത്തിന് പരാതിയും നൽകി കഴിഞ്ഞു. പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടത്ര പിന്തുണ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഉണ്ടായിട്ടില്ലെന്നാണ് ഒരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത്. അനിലിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ പല നേതാക്കൾക്കും അതൃപ്തിയുണ്ടായിരുന്നു. കോൺഗ്രസുകാർക്ക് പോലും അറിയാത്ത അനിലിനെ പത്തനംതിട്ടയിൽ മത്സരിപ്പിക്കുന്നത് മണ്ടൻ തീരുമാനമായിരിക്കുമെന്നായിരുന്നു നേതാക്കളുടെ നിലപാട്. അനിലിന് സ്ഥാനാർത്ഥിത്വം നൽകിയതിൽ PC ജോർജ് അടക്കം അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ PC ജോർജ് അനിലിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ്. മാവേലിക്കര, ഏറ്റുമാനൂർ എന്നിവിടങ്ങളിൽ BDJS വളരെ മോശം പ്രകടനമാണ് കാഴ്ചവെച്ചതെന്നാണ് നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. BJPക്ക് വലിയ സ്വാധീനമുള്ള പാലക്കാട് വോട്ട് ഉയർത്താൻ സാധിക്കാത്തതിലും ജില്ലാ നേതൃത്വത്തിൽ ചർച്ചയ്ക്ക് ഇടയാക്കിയിട്ടുണ്ട്. ആറ്റിങ്ങലിൽ മികച്ച പ്രകടനം നടത്തിയപ്പോൾ തിരുവനന്തപുരത്ത് പല മണ്ഡലങ്ങളിലും BJPയുടെ വോട്ട് ചോർന്നുവെന്നും നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വരും ദിവസങ്ങളിൽ പരാതികൾ പൊട്ടിത്തെറിയായി മാറുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്. അതേസമയം പാർട്ടിയുടെ പ്രധാന ആശങ്ക സുരേഷ് ഗോപി ഇനി പാർട്ടിയിൽ നിർണായക ശബ്ദമായേക്കുമെന്നതാണ്. BJPയിലെ ഒരു വിഭാഗം നേതാക്കൾ ഇക്കാര്യത്തിൽ ആദി പിടിച്ചിരിപ്പാണ്. എന്നാൽ നേരത്തെ തന്നെ സുരേഷ് ഗോപിയെ സംസ്ഥാന അധ്യക്ഷനാക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ഒരു വിഭാഗത്തിനുമുണ്ട്. ദേശീയ നേതൃത്വത്തിനും ഇതിനോട് അനുകൂല നിലപാട് തന്നെയാണ്. എന്നാൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്നതിനോട് അദ്ദേഹത്തിന് ഒട്ടും താല്പര്യവുമില്ല. നിലവിലെ സാഹചര്യത്തിൽ സുരേഷ് ഗോപി പാർട്ടിയിൽ ശക്തമായ ഇടപെടൽ നടത്തിയേക്കുമെന്നാണ് ചിലർ കരുതുന്നത്. ദേശീയ നേതൃത്വവും അതിന് കൈയടിക്കുമെന്ന് കരുതുന്നവരും ഏറെയാണ്. അങ്ങനെയെങ്കിൽ തങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെടുമോ എന്നതാണ് ചിലരുടെ ആശങ്ക. ഇത്തവണ ജയിപ്പിക്കാൻ തൃശൂരുകാർ മടി കാണിച്ചില്ലെന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. വ്യക്തിപരമായ വോട്ടുകൾ മാത്രമല്ല ലഭിച്ചത്, നിഷ്പക്ഷ വോട്ടുകളും മതേതര വോട്ടുകളും ലഭിച്ചു. മുരളീധരനെയോ സുനിൽകുമാറിനെയോ അവരുടെ പാർട്ടിക്കാർ ചതിച്ചിട്ടില്ലെന്നാണ് നേതാവിന്റെ വാദം. അതേസമയം കേന്ദ്രമന്ത്രി സ്ഥാനം പാർട്ടി തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി എടുത്തു പറഞ്ഞിരുന്നു. തൃശൂരിൽ കണക്കുകളെല്ലാം സുരേഷ് ഗോപിക്ക് അനുകൂലമാണ്. 6 നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപിക്ക് വ്യക്തമായ മുൻതൂക്കവുമുണ്ട്. ഗുരുവായൂർ മാത്രമാണ് മുൻതൂക്കമില്ലാത്ത മണ്ഡലം. ഗുരുവായൂരിൽ K മുരളീധരനാണ് മുന്നിൽ. 57,925 വോട്ടാണ് അദ്ദേഹം നേടിയത്. സുനിൽകുമാർ 50,519, സുരേഷ് ഗോപി 45,049 വോട്ടുകളും ഇവിടെ നേടി. ഏതായാലും മിക്ക മണ്ഡലങ്ങളിലും സുരേഷ് ഗോപി ലീഡ് ചെയ്തത് കോൺഗ്രസിലും ഇടതുമുന്നണിയിലും ചർച്ചയാവുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല.